അന്ന് അവിടുന്ന് നാട് വിട്ടിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പടുത്തുയർത്തിയതാടാ എന്റെ ഈ കാണുന്നതല്ല. ഇതൊക്കെ പുറമ്പോക്കാം, ഇങ്ങോട്ട് കാണാം. ഇതാടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അലോദോഹം, അല്ല അധോലോഹം. എന്തു തോന്നുന്നു? കഷ്ടമാണ് വലിയേട്ടാ, കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനാണ്. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്, കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. കള്ളനാകുന്നവർക്ക് ഇക്കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടകുട്ട, നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്. രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനെയൊക്കെ അതിനകത്ത് കാണാം. നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണ അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചുപറിയും മോഷണം. നീ സിറ്റിയിലോട്ട് വന്നത് വലിയേട്ടനെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിനക്ക് കിട്ടണം. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. ഒരു കയ്യിൽ സ്നേഹവും മറുകയിൽ 10 ലക്ഷം രൂപയും വെച്ച് നീട്ടിയാൽ നീ എതെടുക്കും? പറ. വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ഉണ്ടാവും. അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ നാണോല്ലടാ നിനക്കൊക്കെ. നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഗീത പഠിക്കണം. ഗീത നമ്മുടെ കട്ടപ്പല്ല ഗീതല്ലേ? നിന്റെ കുടുംബക്കാരെ കുറിച്ച് ചോദിച്ചില്ല. എടാ, ഇത് യഥാർത്ഥ ഗീത, ഭഗവത്ഗീത. കേട്ടിട്ടില്ലേ? ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തിന്റെ. എടാ, അർത്ഥം മനസ്സിലായല്ലോ. എടാ, എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ നിനക്ക്. കാശല്ലേ എനിക്കെങ്കിലും വേണ്ട. എന്നാ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് നോട്ടടിച്ച് തരാടേ. നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാനത് ക്യാഷാക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തക്കാരികളൊക്കെ പോകുന്നുണ്ടോ? ചൊറിയണം വെട്ടി അടിക്കാൻ തോന്നും. മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റേത് അങ്ങനെയല്ല, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. എടാ, നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വലിയ ഏട്ടനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ സംരക്ഷിക്കാൻ ദത്തൻ സാർ ഉണ്ടാ. നോക്ക്, പെട്ടെന്ന് ഓൺ ചെയ്യ്. ഇതാണ് ദത്തൻ സാർ. കണ്ടല്ലോ, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സകല അടവുകളും നയങ്ങളും പയറ്റി തെളിഞ്ഞ ആളാ ദത്തൻ സാർ. മംഗലാപുരത്ത് നിന്ന് ഈ നഗരത്തിലാ പടർന്ന് പന്തലിച്ചതും വേരൂന്നി. അങ്ങ് ഡൽഹി വരെ കോടികൾ എറിഞ്ഞ് നേടിയെടുത്തതാ ഈ വ്യവസായ നഗരത്തിലെ MLA സീറ്റ്. ആ ദത്ത സാറിന്റെ ഇടം കയ്യ ഈ ചെങ്കീരി സേതു. അദ്ദേഹത്തിന്റെ സംരക്ഷണമുള്ളപ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതരാ. എവിടെയും എപ്പോഴും എങ്ങനെയും കക്കാം. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വലിയേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്നത്ര സാമൂഹ്യ ദ്രോഹികൾ അല്ലടാ കള്ളന്മാർ. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ മോഷ്ടിക്കുന്ന കാശ് സമൂഹത്തിൽ തന്നെ കിടന്ന് ചുറ്റപ്പെടുകയാണ്. ഉദാഹരണത്തിന് നീ ഒന്ന് സങ്കല്പിക്കും, എന്റെ ഗ്യാങ്ങിലുള്ള 2 പേർ ഒരു കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലോട്ട് കയറിയിട്ട് ടിങ് ടോങ്, നിന്നെ മറക്കുന്ന പച്ചക്കണ്ണ. I'm halfway decent, show it ain't a lesson that I've maybe been teaching. Probably all night to keep preaching, 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 preaching.
വിഷുല് കണ്ടല്ലോ. വെറുതെ വീട്ടിൽ അട്ടിയിട്ട് വെച്ചിരുന്ന കാശ് ഞങ്ങൾ കാരണം എത്ര പേർക്കാ പ്രയോജനപ്പെട്ടത്? ഇനിപ്പറ, ഞങ്ങൾ സാമൂഹ്യ ദ്രോഹികളാണോ സാമൂഹ്യ സേവകരാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്യേട്ടനാന്ന് ഞാൻ നോക്കില്ല, എന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അവിടെ നിൽക്കാൻ. നീയാ എനിക്ക് സ്റ്റേഷനിൽ ജാമ്യം നിന്നത്, അതുകൊണ്ട് സ്റ്റേഷൻ പരിധി വിട്ടു പോകാൻ പാടില്ല. ജീവിതത്തിന്റെ പരിധിയിൽ നിന്ന് എന്നെ പുറത്തായി, പിന്നെയാണ് സ്റ്റേഷന്റെ പരിധി. ഓടാ അവിടെ ഒന്നുകൂടി പ്രേരിപ്പിച്ച് നോക്ക്. നല്ല ഐശ്വര്യമുള്ള കള്ളനാ. പ്രേരിപ്പിക്ക്. ഓടാ. പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിൽ വെച്ചും ഇവനെ വേറൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചതാ. അന്ന് വിരൽ വെച്ച് പൊക്കിളകത്തൊരു കുത്തിട്ട് ഏഴിന്റെ എനിക്ക് ബോധം വീണതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ലാതായി. പോട്രാ ബുദ്ധിയില്ലാത്തവൻ. കൈവിട്. ധൈര്യമായിട്ടിരിക്കും, നമുക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, എംഎൽഎയോടാ. അതിനല്ലേ രമേശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്ക് സംസാരിക്കാന്നേ. ഇവനെ മനസ്സിലായില്ലേ? രമേശൻ. രമേശൻ ഇവന് സാറിനോടൊന്ന് സംസാരിക്കണം. എന്തിനാണോ ഒരു പാവത്തിനെ തല്ലി ചതിക്കുന്നത്? സാറ് ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് പൗരസമിതി ഉണ്ടാക്കിയത് ഇവനാണ് സാർ. ഓ, അവനങ്ങ് കൊണ്ടുപോവാ. നടക്കട അങ്ങോട്ട്. വിട് പോട്ടെ, അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവിടെ നടന്നത് ഭൂമി കയ്യേറ്റമല്ല രമേശ. പിന്നെങ്ങനെ 200 ഏക്കറോളം വനഭൂമി നിങ്ങളുടെ കയ്യിലായത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. വന്നാ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താനൊന്നും പറയണ്ടോ, പ്രകൃതി സംരക്ഷിക്കേണ്ട നിങ്ങളെ പോലുള്ള എന്റെ ഒരു പ്രകൃതി. ഈ ഭൂമി പ്രകൃതിയൊക്കെ നീ ജനിച്ചപ്പോ നിന്റെ കൂടെ ഉണ്ടാക്കിയതാ. കുറെ ഭൂമി ഞാൻ സംരക്ഷിക്കാൻ പോവാ. അവന്റെ അമ്മയുടെ ഒരു പ്രകൃതി. പൗരസമിതി എന്നും പറഞ്ഞ് ഇനി നിന്റെ നാവ് പൊന്തിയാൽ കത്തിച്ചു കളഞ്ഞാൽ അമ്മയും പെങ്ങന്മാരും ചേർത്ത് അറിയില്ല നിനക്കെന്നെ കൊണ്ടുപോയി കളയാം. MLA മൂടോട്ടാണെങ്കിൽ ഡിസ്കഷൻ നാളത്തേക്ക് മാറ്റാം. എന്ത് മൂടോട്ട്? ഇതൊക്കെ നിത്യവിഷയങ്ങളല്ലേ. അപ്പോ ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ടോ? SP വരണം SP സാർ. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്റെ SP സാറെ, ഞങ്ങളൊന്നും ഞാൻ പറയാം. CK ഗ്രൂപ്പിന്റെ പാലച്ചുവടിലെ ഷോപ്പിംഗ് മാളിലെ ആ പണി തീർന്നു വരുന്ന ചിലപ്പോ അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നേക്കാം, ഒരു സ്ഫോടനം. അല്ല സാർ, അത് ഞങ്ങളുടെ മാളിന്റെ പണിയും പൂർത്തിയായി വരികയാണല്ലോ. CK ഗ്രൂപ്പിൻ്റെത് ഞങ്ങൾ വില പറഞ്ഞ് ചോദിച്ചതാ, പക്ഷെ അവന്മാർ തരുന്നില്ല. സിറ്റിയിൽ എന്തായാലും അടുത്തടുത്ത് 2 മാള് വേണ്ട. 1 മാസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. അതിനകം അനുകൂലമായൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് സംഭവിക്കും. ഒന്ന് നോക്കിക്കൊള്ളണം. എന്നെ വിലക്കല്ലേ സാറേ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഞങ്ങൾ കാരണം നിങ്ങൾക്ക് നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അത് നേരാ. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് സർക്കിളിലെ CA ഒന്ന് മാറ്റണം. പാലച്ചോട് ഈസ്റ്റിലാണല്ലോ അവൻ ആളിത്തിരി പെശക. പകരം ആരെ വേണം പറഞ്ഞോ? ഹോം മിനിസ്റ്ററോട് ഞാൻ പറയാം. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റ് നടക്കും. നമ്മുടെ വരുതിക്കൊക്കെ നിർത്താൻ പറ്റുന്നൊരു പാവത്താനുണ്ട്, സാജൻ ജോസഫ്. ഇപ്പോൾ ട്രാഫിക്കിലാ. ഒരു സ്വതന്ത്ര സ്റ്റേഷന്റെ ചാർജിന് വേണ്ടി കൊതിച്ചിരിക്കുക അയാള്. എന്താ മോനെ ഈ കാക്ക കുളിച്ചാ കൊക്കാവൂ? അല്ല, അപ്പച്ചനിവിടെ ക്രീം ഇടുക പറഞ്ഞപ്പോ അമ്മച്ചി ചോദിച്ചതാ. നിന്റെ അമ്മച്ചിക്ക് അസൂയടാ. അതൊന്നും എനിക്കറിയില്ല, അമ്മച്ചി വിളിക്കുന്നുണ്ട്. മീൻ വെട്ടാൻ അല്ല, മീൻ എന്തെങ്കിലും ഇറക്കി വെക്കാൻ. പറഞ്ഞോടാ. ഒരു കൊട്ട തുണി ഉണ്ടായിരുന്നു അലക്കാൻ, അതുകൊണ്ട് അടുക്കള സഹായത്തിനൊന്ന് വിളിച്ച. അതൊക്കെ പക്ഷെ കാക്ക കുളിച്ചാൽ എന്നുള്ള പ്രയോഗം. ഓ, അതൊരു തമാശ പറഞ്ഞല്ലേ സർക്കിളെ. എനിക്കറിയാം നിന്റെ മനസ്സിലൊരു വിഷമം. എന്തിന്? എനിക്കല്പം ഗ്ലാമർ കൂടി കൊണ്ട് പെണ്ണുങ്ങളെ നോക്കുന്നതിൽ. ഏത് പെണ്ണ നോക്കിയെന്നാ? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എടി, ഇന്നലെ നമ്മൾ കാറിൽ പോയപ്പോ ഓപ്പോസിറ്റ് വരുന്ന കാറിലെ പെണ്ണെ നോക്കുന്ന കണ്ടില്ലേ? ആ, അത് ഞാൻ കണ്ടു. അത് ഏട്ടൻ റോങ് സൈഡ് കയറിയപ്പോ ആ കുട്ടി എന്ത് തെറിയും വിളിച്ചോണ്ട് പോയതാ. ഒന്ന് പോടി. ഒക്കെ നിന്റെ വിഷമം മാറ്റാനുള്ള ഓരോ ന്യായീകരണങ്ങളാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ എന്നെ സംശയിക്കരുത്. ഞാൻ ഒരിക്കലും പഴിച്ചു പോവില്ല. ഒരു പെണ്ണ് മൈൻഡ് ചെയ്യാത്തന്റെ വിഷമല്ലേ ആനി? അല്ല, ഈ ട്രാഫിക്കിനെ പറ്റി നീ പറയരുത്. ലോക്കൽ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന പോലല്ല യന്ത്രങ്ങളുമായിട്ട് ഇടപാടാ ട്രാഫിക്കില്.
ഹലോ സി എ സാജൻ ജോസഫ്. എസ് പി ആടോ. സാർ താനിപ്പോ എവിടെയാ? ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ് സാർ. അടുക്കള ഡ്യൂട്ടിയിലാ. അല്ല സാർ, ഞാനിവിടെ പറഞ്ഞ ആ 2 ആഴ്ചക്കുള്ളിൽ തനിക്കൊരു മാറ്റം ഉണ്ടാവും. അല്ല സാർ, അതിന് എന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല സാർ. ആ ലോക്കലിലേക്കാടോ, ഈസ്റ്റ് CI ആയിട്ട്. അതേടോ. ആ പിന്നെ ആ MLA ദത്തൻ സാർ വിളിച്ചു പറഞ്ഞോണ്ടാ ഇത് കിട്ടിയത്. എന്ന് വെച്ചാ ദത്തൻ സാർ ചില കാര്യങ്ങൾ വിളിച്ചു പറയും, അതങ്ങ് ചെയ്തേക്കണം. ശരി സാർ, താങ്ക് യു. എന്താ ഏട്ടാ? എടി, എനിക്ക് സി ആയിട്ട് ലോക്കലിലേക്ക്. അപ്പൊ ഏട്ടന്റെ ട്രാഫിക് ബ്ലോക്ക് മാറി? മാറിടി. ഇതാ സാറേ കൂളിംഗ് ഗ്ലാസ്. താങ്ക് യു. ഹലോ. ആ നല്ല കണിയാ. സർക്കിളിൽ നിന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. പറഞ്ഞു കൊടുക്ക്. നിന്റെ ഏട്ടന് ട്രാഫിക്കിന്ന് മാറ്റം വരാൻ പോന്നു, ഈസ്റ്റ് CI ആയിട്ട്. റിയലി? കള്ളന്മാരുടെ ബെസ്റ്റ് ടൈം. ഞാനൊന്നും പറയണില്ല. എന്താ ഇത്ര വലിയ ധൃതി? ഒരു പോലീസുകാരന്റെ ടെൻഷൻ വിഷമം ആർക്കും മനസ്സിലാവില്ല. ഇത് തന്നെ ഇന്നലെ കാലത്ത് കണ്ട കൃഷ്ണപുരത്തുകാരനും പറഞ്ഞത്. ഏത് കൃഷ്ണപുരത്തുകാരൻ? ഇന്നലെ ഒരു കക്ഷിയെ കിട്ടി ഞാൻ ചെയ്യുന്ന ഗ്രൗണ്ട് റിയാലിറ്റി ഷോയില്. സാധാരണ എല്ലാരും ക്യാമറ കണ്ട ഇടിച്ചു തള്ളി വരാനല്ലേ ഏട്ടാ നോക്കുക. ഇയാളിത് രക്ഷപ്പെടാൻ നോക്കുന്നു. ഞാൻ വിടുവോ? നീ എന്നല്ല, ഈ ചാനലുകാർ ആരെയും വിടില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ സൗന്ദര്യമുള്ളവര്. ഈ കഴിഞ്ഞ ആഴ്ച ചാനലിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോണിൽ വിളിയോട് വിളിയായിരുന്നു. ഒറ്റ അടി ഞാൻ വെച്ചോ. നീ പറ. എനിക്ക് അയാളുടെ ഫിലോസഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഞങ്ങളുടെ ചാനൽ ഹെഡിനും. ആ ഏട്ടാ, അയാള് പറയാ സന്തോഷമുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, എന്നാൽ ദുഃഖവും പ്രശ്നവും ഉള്ളവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലാണത്രേ. ഹലോ ഏഞ്ചൽ. ആരാ? അതെന്റെ പുതിയ ലൈനാ. ഇവന് ലൈനോ?